ജീവനില്ലാത്ത മീനുകളുടെയും പ്രകാശന ചടങ്ങിൽ സന്നിഹിതരായ ഏവർക്കും ഹൃദയമാണ് ഇൻഡെക്സും ജീവനില്ലാത്ത മീനുകളും പ്രസിദ്ധീകരിച്ചത്. ട്രിവാൻഡ്രം പ്രസ് ക്ലബ് സെക്രട്ടറി എം രാധാകൃഷ്ണൻ അവർക്കാണ് പ്രാർത്ഥനയ്ക്കാൻ. ഓരോ പുസ്തകവും വൈവിധ്യമാർന്ന അനുഭവപ്പെടുത്തലാണ് വായനക്കാരിൽ ഊർജ്ജം. ആശയവിനിമയത്തിലൂടെയും അനുഭവ സമ്പത്തിലൂടെയും വായനയിലൂടെയുമാണ് നാം ഉണ്ടായിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ തന്നെ നമ്മൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമെന്ന് രാഷ്ട്ര സംഘടനകളുടെയൊക്കെ വീക്ഷണത്തിൽ ഇനി മാനവ സമൂഹം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുമ്പോൾ അവൻ ഏകാന്തതയിൽ ആനന്ദിക്കുന്നു. അരിസ്റ്റോട്ടിൽ ഒരിക്കൽ പറയുകയുണ്ടായി, ദൈവമാണ്. ഇത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഈ ഏകാന്തം അനുഷ്ഠിക്കുന്ന അദ്ദേഹത്തിന്റെ കുഞ്ഞു മകൾ എന്ന നിലയിലാണ് സദസ്സിലുണ്ട്. ഇനി തമ്പാൻ സാറ് ലേഖയുടെ അപ്പൂപ്പൻ എന്നായിരിക്കും അറിയപ്പെടുക. ആ രീതിയിലാണ് ഈ സദസ്സുകളാകുമ്പോൾ അതൊരു അഭിമാനകരമായ കാര്യമാണ്. ചില മനുഷ്യർ അവരുടെ ജനനം തന്നെ ലോകത്തെ വിസ്മയിപ്പിക്കാനാണ്. അങ്ങനെ ചില മനുഷ്യർ അവർ ജനിക്കുന്നത് തന്നെ ഈ സമൂഹത്തെ ആകെ വിസ്മയിപ്പിച്ചുകൊണ്ട് വലിയ പ്രകാശം തിരിഞ്ഞുകൊണ്ട് വലിയ വെളിച്ചമായി മാറുന്നവരുണ്ട്. IAS നേടണം, അതാണ് അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം. കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞു. അപ്പോൾ അവൾക്കത് നേടാൻ കഴിയട്ടെ. ആ കൊടുമുടി കീഴടക്കണം. അവളോടൊപ്പം ഞാനുമുണ്ട്. കാരണം അവൾ എൻ്റെ മകൾ ആണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ജഗദീശ്വരൻ അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ദീർഘമായ പ്രസംഗത്തിന് തയ്യാറല്ല. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങാനായിരിക്കുന്നത്. പിന്നെ ഒന്ന് രണ്ട് പേരെ ഓർമ്മിപ്പിക്കാൻ, പിന്നെ രണ്ട് പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാൻ. ഇതാണ് എന്റെ സ്പീച്ചിന്റെ ആകെ ഓവർ. അപ്പോൾ എല്ലാവരും ഇത്ര ഷോർട്ട് നോട്ടീസിൽ വന്നതിൽ എനിക്ക് ഒത്തിരി താങ്ക് യു. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു ആക്ട് ആയിരിക്കാം, പക്ഷേ അത് എനിക്ക് എത്രത്തോളം സന്തോഷവും സമാധാനവും തരുന്നുണ്ടെന്നത് നിങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയില്ല. ബിക്കോസ് യുവർ പ്രസൻസ് മീൻസ് ദ വേൾഡ് ടു മീ, ഈച്ച് വൺ ഓഫ് യു. എൻ്റെ ജീവിതത്തിലെ എല്ലാ വഴികളിലൂടെയും കടന്നു പോയിട്ടുള്ള ഇതിലെല്ലാ മേജർ ആൾക്കാരും ഇന്ന് പ്രസന്റ് ആയിട്ടുണ്ട്. 2-3 പേര് വിട്ടിട്ടുണ്ടെങ്കിലും 90% ആൾക്കാർ ഇന്നിവിടെ ഉണ്ട്. അതിൽ ഞാൻ സോ ഹാപ്പി. ഇനി രണ്ടാമത്തെ കാര്യം, സോമനാഥൻ സാറിന്റെ പേര് പറഞ്ഞു, റഫീഖ ടീച്ചറിന്റെ പേര് പറഞ്ഞു. ഇന്ന് ഇവിടെ ഈ സദസ്സിലുള്ള, എന്നാൽ ഇവരുടെ എല്ലാം എന്നല്ല, പക്ഷേ ഇവരുടെ എന്നിലുള്ള ഇൻപുട്ടിന്റെ അത്രയും പ്രാധാന്യമുള്ള വേറൊരു വ്യക്തി കൂടെയുണ്ട്. ഹേമ ടീച്ചർ. ടീച്ചർ ഒന്ന് എണീക്കാവോ? ടീച്ചറാണ് എന്നെ ആദ്യമായിട്ട് അക്ഷരം പഠിപ്പിച്ചത്. കാരണം എന്നെ ആരും സ്കൂളിൽ അഡ്മിഷൻ എടുത്തിരുന്നില്ല. മറ്റൊരു വ്യക്തിയാണ് പ്രേമകുമാരി ടീച്ചർ. ടീച്ചർ ജയിക്ക് കൊണ്ടുപോകുന്നു, ഞങ്ങൾ എടുത്തോളാം എന്നുള്ള ആ വാക്കിലാണ് ഞാൻ കോട്ടൺ സ്കൂളിൽ കയറുന്നത്. പിന്നീട് ഹേമ ടീച്ചർ എന്നെ അക്ഷരം പഠിപ്പിക്കാം എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ അക്ഷരം പഠിച്ച് പരീക്ഷ എഴുതി ഞാൻ 2ാം ക്ലാസ്സിലേക്ക് ജയിച്ചത്. കാരണം ഞാൻ 1ാം ക്ലാസ്സിന്റെ അവസാനമാണ് ചെന്ന് ചേരുന്നത്. ആ ക്ലാസ്സിന് അവസാനം ചെന്ന് ചേർന്ന കുട്ടി ഞാനാണ്. ഒരു പരീക്ഷ എഴുതി 2ാം ക്ലാസ്സിൽ ചേർന്ന ആദ്യത്തെ വ്യക്തി ഞാനാണ്. പിറ്റേ ദിവസം തൊട്ട് 2ാം ക്ലാസ്സിൽ ഓടെ പരീക്ഷ എഴുതിയിട്ട് ഞാൻ അമ്മയെടുത്ത് വീട്ടെടുത്തു. ഞാൻ 3ാം ക്ലാസ്സിലായോ? കാരണം ഞാൻ 1ാം ക്ലാസ്സിൽ ഒരു പരീക്ഷ എഴുതി 2ാം ക്ലാസ്സിൽ കയറിയോളൂ. അങ്ങനെയായിരുന്നു എന്റെ ജീവിതത്തിന്റെ തുടക്കം. എന്റെ അക്ഷരത്തിന്റെ പിച്ച വെച്ച് തുടങ്ങിയ എന്റെ തുടക്കം അങ്ങനെയായിരുന്നു. പിന്നെ എല്ലാവരും പറയും, നമ്മളിപ്പം പ്രേംകുമാർ സാറ് ഹെലൻ കെല്ലറിന്റെ കാര്യം പറഞ്ഞു, സ്റ്റീഫൻ ഹോക്കിൻസിന്റെ കാര്യം നമ്മളോട് എല്ലാവരും പറയും. പക്ഷെ എല്ലാവരും മറക്കുന്ന ഒരു കാര്യമുണ്ട്. സ്റ്റീഫൻ ഹോക്കിൻസ് ആണെങ്കിലും ഹെലൻ കെല്ലർ ആണെങ്കിലും അവരുടെ ഒന്നും ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള രാജ്യം നമ്മുടെ രാജ്യമല്ല. ഇത് ഇന്ത്യയാണ്, സർവോപരി കേരളമാണ്. പിന്നെ ഞാൻ കുറ്റം പറയുന്നു അങ്ങനെയൊന്നുമല്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയം ഓരോ സ്ഥലത്തിനും ഉണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ഈയിടെയായിട്ട് ഞാൻ നെറ്റ് ക്വാളിഫൈഡ് ആണ്. ഈയിടെയായിട്ട് ഒരു കോളേജിൽ ഇന്റർവ്യൂവിന് വിളിക്കുന്നു ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ തന്നെ അറിയാന്നുള്ള ഒരു സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ഞാൻ അപ്ലൈ ചെയ്യട്ടെ, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെയാണ്, എനിക്ക് പറ്റുമോ? അപ്പം എന്നോട് പറഞ്ഞത് ഇവിടെ ലിഫ്റ്റ് ഇല്ല, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ലിഫ്റ്റ് ഇല്ല, അപ്പോൾ വന്നാൽ ബുദ്ധിമുട്ടായിരിക്കും എന്നതാണ്. ഇപ്പം എല്ലായിടത്തും ലിഫ്റ്റ് ഇല്ല എന്നല്ല പറയുന്നത്. ലിഫ്റ്റ് ചിലയിടത്തും ഉണ്ടാവും, റാമ്പ് ചിലയിടത്തും ഉണ്ടാവും. പക്ഷെ ഞാൻ വയസ്സായി ഏജ് ഓവറായി കഴിഞ്ഞിട്ട് എല്ലായിടത്തും ലിഫ്റ്റ് വന്നിട്ട് എനിക്ക് ജോലി തരത്തില്ലല്ലോ അവര്. മനസ്സിലായി? അതാണ് ആ ടൈം എന്നുള്ളത് ഇത്ര ക്രൂഷ്യൽ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ആൾക്കാർക്ക് ആവശ്യമുള്ള ആ സമയത്ത് കൊണ്ടുവരണം. ശരിയാണ്, അതിൻ്റെതായ ചലഞ്ചസ് ഉണ്ട്, പക്ഷെ നമുക്ക് ആഗ്രഹിക്കാനല്ലേ കഴിയുള്ളൂ. പിന്നെ പറയുന്ന ഐഡന്റിറ്റി, ലക്ഷ്മി പറഞ്ഞു റൈറ്റർ എന്ന ഐഡന്റിറ്റി കുറിച്ച് പറഞ്ഞു. പക്ഷേ ഞാൻ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് വെളിയിൽ പോകുമ്പോൾ, അതായത് ഓട്ടോമാറ്റിക് വീൽ ചെയർ ഓടിച്ചു പോകുമ്പോൾ പലരും വന്ന് ചോദിക്കും, ഇത് ഫ്ലവർ സ്റ്റാൻഡിൽ വന്ന കുട്ടിയല്ലേ? ഫ്ലവർ സ്റ്റാൻഡിൽ വന്നത് വേറൊരു കുട്ടിയാണ്, അത് ഓട്ടോമാറ്റിക് വീൽ ചെയർ ഉള്ളൊരു കുട്ടി തന്നെയാണ്. പിന്നെ വിമൻസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയല്ലേ? അതും വേറൊരു വ്യക്തിയാണ്. മനസ്സിലായല്ലേ? അപ്പൊ ഞങ്ങൾക്കൊന്നും മുഖമില്ല, ഞങ്ങൾക്കെല്ലാം വീൽ ചെയറും ഇങ്ങനെ കുരുവിയായിട്ടിരിക്കുന്ന ചെറിയൊരു രൂപം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ ഐഡന്റിറ്റിക്കും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് റൈറ്റർ എന്ന ഐഡന്റിറ്റി കൊണ്ട് മുറവിളി കൂട്ടുന്നതും, അല്ലെങ്കിൽ എന്തെങ്കിലും സർവകാശ ശേഷികളുണ്ടെങ്കിൽ അതുകൊണ്ട് പുറത്തേക്ക് പ്രകടിപ്പിക്കാൻ നോക്കുന്നതും ഒച്ച വെക്കുന്നതും എല്ലാം ഇങ്ങനെ ഒരു ഐഡന്റിറ്റി വേണം എന്നൊരു ഉറച്ച നിർബന്ധം ഉള്ളതുകൊണ്ടാണ്. കാരണം എപ്പോഴെങ്കിലും വീട്ടിൽ അടഞ്ഞു പോയാൽ മറന്നു പോകും, സൊസൈറ്റി മറന്നു പോകും. അപ്പൊ നമ്മൾ തന്നെ ഓർമ്മിച്ചാലേ നമ്മൾക്ക് വേണ്ടി പലതും ഉണ്ടാവുകയുള്ളൂ. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ് പല പല കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ എനിക്ക് അടുത്ത് പറയാനുള്ളത്, നിങ്ങളെല്ലാം കുറെ നേരമായി AC-ക്കകത്ത് സുഖമായിട്ടിരിക്കുന്നു. അടുത്ത പരിപാടികൾക്ക് നല്ല ഒച്ചത്തിൽ കൈയടിക്കുക, ചായ ഇവിടെ തന്നെയായിരിക്കും. അപ്പൊ ഓക്കെ, ശരി, താങ്ക് യു. നിറഞ്ഞ മനസ്സുമാണ് ഇന്നിവിടെ ഈ ചടങ്ങിന്റെ ഭാഗമാകുവാൻ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ നമസ്കാരം. നേഹയെ ആദ്യമായി കാണുന്നതും നേഹയുമായുള്ള സൗഹൃദം ആരംഭിക്കുന്നതും കാര്യവട്ടം ക്യാമ്പസിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പൊളിറ്റിക്കൽ സയൻസിൽ ഞാനും നേഹയും ഒരുമിച്ച് PG വിദ്യാർത്ഥികളായി പ്രവേശനം നേടുമ്പോഴാണ്. അന്നു മുതലാണ് ആ ഒരു സൗഹൃദം തുടക്കമിടുന്നത്. നേഹയെ കണ്ട നിമിഷത്തെക്കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു വ്യക്തിത്വം കൂടെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് നേഹയുടെ അമ്മ, പ്രിയപ്പെട്ട ജയ ആൻറ്റിയാണ്. നേഹ എന്നും കാണുന്നതും സംസാരിക്കുന്നതും പോലെ തന്നെ ആൻറ്റിയും ഒരുപക്ഷെ എല്ലാ ദിവസവും കാണുകയും സംസാരിക്കുകയും നമ്മൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മൾ സുഹൃത്തുക്കളുടെ ഇടയിൽ രംഗമായി ആൻറ്റി മാറുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ആ നിമിഷങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നേഹ എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, പുസ്തകങ്ങൾ എഴുതാറുണ്ട് എന്നുള്ളൊരു കാര്യം അറിയാമെങ്കിൽ കൂടിയും നേഹയുടെ പുസ്തകങ്ങൾ വായിക്കുവാനോ എഴുത്തുകളെ അറിയുവാനോ അനുഭവിക്കുവാനോ ഇതുവരെ സാധിച്ചിരുന്നില്ല. ഇന്ന് നേഹയുടെ 5ാമത്തെ പുസ്തകമായ ഇംഗ്ലൻസ് ഇവിടെ പ്രകാശനം ചെയ്യുന്ന നിമിഷത്തിൽ ആ പുസ്തകം ആദ്യം വായിച്ച് ചുരുക്കം ചിലരിൽ ഒരാളാകാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം അറിയിക്കുന്നു. നേഹയോട് ഞാനൊരിക്കൽ ചോദിക്കുകയുണ്ടായി, നേഹ എന്താണ്, ഹൗ ഡു യു പെർസീവ് യു ആസ് എ റൈറ്റർ, ഒരു റൈറ്റർ എന്നുള്ള ഒരു ഐഡന്റിറ്റി നേഹ എങ്ങനെ? അതിന് നേഹ തന്ന ഉത്തരം ഇതായിരുന്നു: ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ചിന്തിക്കുവാനും പ്രകടിപ്പിക്കുവാനും കഴിയാത്ത കാര്യങ്ങൾ നേഹ എന്ന റൈറ്ററിലൂടെ എനിക്ക് ചിന്തിക്കുവാനും പ്രകടിപ്പിക്കുവാനും സാധിക്കുന്നുണ്ട് എന്നതായിരുന്നു. ഒരു റൈറ്ററിന്റെ ക്രിയേറ്റീവ് ഫ്രീഡം എന്നതിലുപരി ആ വാക്കുകൾ ഡിസ്കവറിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രശസ്ത പോയിറ്റായ നതാലിയ ഡൈസിനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, വാട്ട് ഡു യു റൈറ്റ്? അതിന് അവർ നൽകിയ ഉത്തരം വളരെ മനോഹരമാണ്. അതിങ്ങനെയായിരുന്നു: റൈറ്റിംഗ് ഈസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് മൈ ബോഡി. Writing is an extension of my body. I am seeking the body on the page, even the broken body or the ecstatic body, or even the broken or ecstatic body. The pages never solved my troubles, but the pages has let me know better, let me know the body of myself better through those troubles. രണ്ടുപേരുടെയും ഉത്തരങ്ങളിലെ സമാനതയാണ് എന്നെ ആകർഷിച്ച ഒരു ഘടകമെന്ന് പറയുന്നത്. ഞാൻ എഴുതുന്നത്, എൻ്റെ എഴുത്തുകൾ എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ്. ആന്തരികമായ ഒരു റൈറ്റർ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് അവിടെ എഴുത്തുകൾ ജനിക്കുന്നത് എന്നുള്ള ഒരു കാര്യം. ആൻഡ് ദാറ്റ് ഈസ് ദ പവർഫുൾ എക്സ്പ്ലോറേഷൻ ഓഫ് എക്സ്പീരിയൻസസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം.
ലേഖയുടെ പുസ്തകമായ ഇൻഗ്ലറ്റ്സിന്റെ കൂടെ തന്നെ ലേഖ ചേർത്തിരിക്കുന്ന ഒരു ടൈറ്റിലുണ്ട്, ലീവ്സ് ഓഫ് എക്സ്പീരിയൻസസ് എന്നുള്ളത്. ലേഖയുടെ അനുഭവങ്ങൾ തന്നെയാണ് ലേഖയുടെ എഴുത്തുകളായി മാറുന്നത്. ഒരുപക്ഷെ ലേഖ തന്നെയാണ് ആ എഴുത്തുകളെന്നും നമുക്ക് കാണാൻ സാധിക്കും. ഈ പരിപാടിയുടെ ഭാഗമായിട്ട് ഇതിന്റെ പുസ്തക പരിചയം നടത്താമോ എന്ന് ലേഖ ചോദിക്കുകയുണ്ടായി. വളരെ ഉടനെ തന്നെ എൻ്റെ മറുപടി ചെയ്യാമെന്ന് തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം ഞാൻ നേരിട്ട 2 പ്രതിസന്ധികളെന്ന് പറയുന്നത്, ഒന്ന്, എന്തുകൊണ്ടാണ് അത്രയും പെട്ടെന്ന് ഒരു ഉത്തരം ചെയ്യാമെന്ന് ചോദിച്ചത്. കാരണം ഒരു പൊതുമധ്യത്തിൽ ഇത്രയും ജനങ്ങളുടെ ഇടയിൽ ഒരു പുസ്തക പരിചയം നടത്തി ഒരു പരിചയം എനിക്കില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ അത് ആലോചിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, ഐ റിയലി വാണ്ടഡ് ടു ഡു ഇറ്റ് ഫോർ ഹർ, നോട്ട് ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് മൈ ഫ്രണ്ട്, ബട്ട് ആസ് എ പേഴ്സൺ ഷീ ഇൻസ്പയർഡ് മീ എ ലോട്ട് എന്നതായിരുന്നു എൻ്റെ ഉത്തരം. രണ്ടാമതായിട്ട് നേരിട്ടൊരു പ്രതിസന്ധി കവിതകളായിരുന്നു എന്നതായിരുന്നു. അത് വ്യക്തിപരമായ ഒരു കാരണമാണ്. കാരണം എൻ്റെ വായനാ ജീവിതത്തിൽ കവിതകൾ വായിച്ച് മനസ്സിലാക്കാനാണ് ഞാൻ ഏറെ കഷ്ടത അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നോവലോ കഥകളോ വായിക്കുമ്പോൾ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു പരിധിവരെ എത്തുവാനായിട്ട് എനിക്ക് സാധിക്കാറുണ്ടെന്ന് കരുതാറുണ്ട്. പക്ഷെ ഒരു കവിത വായിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണോ അത് ഉൾക്കൊള്ളുന്നത് എന്നുള്ളൊരു സംശയം എപ്പോഴും ആ കവിത അവശേഷിപ്പിക്കാറുണ്ട്. ആ പ്രതിസന്ധിയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ലേഖയുടെ കവിതകൾ ഞാൻ വായിച്ചു തുടങ്ങുന്നത്. കുറച്ച് കവിതകളിലൂടെ പോയപ്പോൾ മനസ്സിലായൊരു കാര്യം, ഏതൊരു എഴുത്തിനും സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു ഒഴുക്കുണ്ട്. വായനക്കാർ അറിയാതെ ആ ഒഴുക്കിൽ പ്രവേശിക്കുകയും അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ആ ലക്ഷ്യസ്ഥാനത്തെ ഞാനൊരു ജംഗ്ഷൻ ആയിട്ടാണ് കരുതുന്നത്. ദ റീഡർ മീറ്റ് ദ ഓഥർ ഓർ ദ റൈറ്റർ എന്നുള്ളത്. നേഹ എന്നുള്ളൊരു സുഹൃത്തിനേക്കാൾ ഉപരി നേഹ എന്നൊരു റൈറ്ററിനെ ഞാൻ മീറ്റ് ചെയ്തത് ആ ഒരു എലമെന്റ് ഐഡന്റിഫൈ ചെയ്ത നിമിഷത്തിലാണ്. ആ ഒരു എഴുത്ത് നേഹയുടെ എഴുത്തുകളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു നിമിഷത്തിലാണ്. And that is something remarkable when it comes to the writer's effort, I think, because it is not simple as that. And for that, Neha, I really appreciate your effort. നമുക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരാളിലേക്ക് വളരെ ലളിതമായി എത്തിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേഹ തുടക്കത്തിൽ ഞങ്ങളുടെ ആമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ എയിം ടു റൈറ്റ് ദ കോംപ്ലക്സിറ്റീസ് ആൻഡ് ബ്യൂട്ടി ഓഫ് ലൈഫ് ഇൻ ദ മിക്സ് ഓഫ് അട്ടർ കെയോസ് ഐ ഫൈൻഡ് മൈസെൽഫ് ഇൻ ദ വേൾഡ് ഓഫ് ബ്യൂട്ടി എന്നുള്ളതാണ്. അത്തരത്തിൽ ലോകത്തെ ചുറ്റുമുള്ളതിനെയൊക്കെ വളരെ സുന്ദരമായിട്ട് മനോഹരമായിട്ട് കാണുവാൻ, ഉള്ളിലേക്ക് എടുക്കുവാൻ നേഹയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഒരു പക്ഷേ നേഹയുടെ ചുറ്റുമുള്ള മനുഷ്യരും അവർ നൽകുന്ന അനുഭവങ്ങളുമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓർമ്മകൾ, നേഹയുടെ പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ താളുകളിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനുഭവങ്ങളുടെയും ഓർമ്മകളുടെയും ഒരു ചെപ്പാണ് ആ പുസ്തകം എന്നുള്ളതാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കുന്നതിനേക്കാൾ മഹത്തരമാണ് ആ ഓർമ്മകൾ ഓർത്ത് പറയുന്നതെന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട എഴുത്തുകാരനായിട്ടുള്ള ഗബ്രിയേൽ ഗാർസിയ മാർക്കസ് ആണ്. നേഹയുടെ പുസ്തകം അത്തരത്തിൽ അനുഭവങ്ങളും ഓർമ്മകളും കൂടി ചേർന്നതാണ്. നേഹയോട് ഞാൻ ചോദിച്ചിട്ടുണ്ടായി, നേഹയുടെ പുസ്തകങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിത ഏതാണ് എന്ന് ഞാൻ ചോദിച്ചു. ആ ചോദിക്കുന്നതിലെ ഒരു ഔചിത്യമില്ലായ്മ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത്. കാരണം എല്ലാ കവിതകളും തിരഞ്ഞെടുത്തത് നേഹയിൽ നിന്ന് തന്നെയാണ്. എന്നിരുന്നാൽ കൂടി നേഹ പറഞ്ഞത് ഒരു കവിത എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടതാണ്. ആ കവിതയുടെ പേര് ഫോർ മൈ പീസ് ഓഫ് സോൾ എന്നതാണ്. ഫോർ മൈ പീസ് ഓഫ് സോൾ. ആ കവിത വായിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഓർമ്മകളുടെ വളരെ മനോഹരമായ ഓർമ്മകളുടെ ഒരു അനാവരണം തന്നെയാണ് ആ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്.
തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു നിമിഷത്തെ കുറിച്ചിട്ടാണ് ആ കവിതയിൽ നേഹ ഒരു ഓർമ്മ പുതുക്കലായിട്ട് എഴുതി ചേർക്കുന്നത്. നേഹയുടെ എഴുത്തുകളുടെ കാതലെന്ന് പറയുന്നത് ഓർമ്മകളും അനുഭവങ്ങളുമാണെങ്കിലും എന്താണ് ഈ ഓർമ്മകളുടെയും അനുഭവങ്ങളുടെയും ആധാരം എന്നുള്ളത് അന്വേഷിക്കുമ്പോൾ അത് ചുറ്റുമുള്ള മനുഷ്യരാണ് എന്നുള്ളതാണ്. നേഹയുടെ ഒരു റൈറ്റിംഗ് ജേർണി പറയാനിടയായി. ആ സമയത്താണ് നേഹയുടെ ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ചിട്ട് നമ്മൾ സുഹൃത്തുക്കൾ അറിയുന്നത്. പ്രധാനമായിട്ടും റഫീഖ ടീച്ചർ, നേഹയുടെ ആദ്യ പുസ്തകമായിട്ടുള്ള തുമ്പി പ്രസിദ്ധീകരിക്കാനായിട്ട് കൂടെ നിന്നിരുന്ന സ്വാമിനാഥൻ സർ, നേഹയുടെ ആദ്യ കവിത എന്ന് പറയുന്നത്, എഴുതിയ ആദ്യ കവിത എന്ന് പറയുന്നത് നേഹയുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചിട്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പിന്തുണയെ കുറിച്ചിട്ടായിരുന്നു. അതോടൊപ്പം തന്നെ നേഹയുടെ ഫാമിലി, പേരൻസ്, സുഹൃത്തുക്കൾ. നേഹ 5 പുസ്തകങ്ങളാണ്, 5ാമത്തെ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്നത്. ഇതിനു മുമ്പ് തുമ്പി, രണ്ടാമതായിട്ട് മഴത്തുള്ളികൾ, ചായങ്ങൾ, മരുപ്പച്ച, ഇന്ന് ഇംഗ്ലീഷ്. ഈ 5 പുസ്തകങ്ങളും നേഹയുടെ എഴുത്തുകളാണ് എന്നിരിക്കെ തന്നെ നേഹയുടെ ചുറ്റുമുള്ള മനുഷ്യരുടെ കൂടി എഴുത്തുകളാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ കൂട്ടായ പരിശ്രമത്തിന്റെയും കരുതലിന്റെയും സ്നേഹത്തിന്റെയും ഒരു അടയാളം കൂടിയാണ് ഈ പുസ്തകങ്ങൾ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നേഹയുടെ എഴുത്തിൽ, ഈ കവിതയിലെ എഴുത്തുകളിലും ഇത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നോവലിലും കഥകളിലും ഒക്കെ നമുക്ക് കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കും. കവിതകളിൽ ആ രൂപത്തിലും എണ്ണത്തിലും കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ നേഹയുടെ കവിതകളിലെ കഥാപാത്രങ്ങളായിട്ട് 3 പേരുണ്ട്. ആ 3 പേരെന്ന് പറയുന്നത് ഞാൻ എന്നുള്ളതാണ് ഒരാള്, രണ്ടാമതായിട്ട് യു, നിങ്ങൾ എന്നുള്ളതാണ്, മൂന്നാമതായിട്ട് വി, നമ്മൾ എന്നുള്ളതാണ്. ഞാനും നിങ്ങളും ചെയ്യുന്നത് നമ്മൾ എന്നുള്ള ഒരു സമൂഹത്തെ കുറിച്ചിട്ടാണ്. ആ സമൂഹത്തെ നിലനിർത്തുന്ന സ്നേഹത്തെ കുറിച്ചിട്ട്, കരുതലിനെ കുറിച്ചിട്ട് ഒക്കെയാണ് നേഹയുടെ കവിതകൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലവ്, അണ്ടർസ്റ്റാൻഡിങ്, ഹ്യൂമൻ കണക്റ്റഡ്നെസ്, കളക്റ്റീവ് ഹ്യൂമാനിറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നേഹയുടെ കവിതയുടെ തീംസ് ആയിട്ട് വരുന്നത്. സമയം വളരെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഒരു പുസ്തകം വായിക്കുമ്പോൾ ഒരു പുസ്തകം ഒരു 100 പേര് വായിക്കുകയാണെങ്കിൽ ഒരു 100 പുസ്തകം ജനിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാറില്ല. അതുപോലെ തന്നെയാണ് ഒരു പുസ്തകത്തിനുള്ളിൽ ഒരു പുസ്തകം ജനിക്കുക എന്നുള്ളത്. അതിന് സാധ്യമാകുന്നത് വളരെ വ്യക്തവും സ്പഷ്ടവുമായിട്ടുള്ള എഴുത്തിന്റെ ആഴം ഉൾക്കൊള്ളുന്ന ഒരു മുഖവുര ആ പുസ്തകത്തിനുള്ളതിൽ നിന്നാണ്. നേഹയുടെ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട റിട്ടയർഡ് ചീഫ് സെക്രട്ടറി കെ ജയകുമാർ അയ്യർ സാർ ആണ് മുഖവുര എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമായ നേഹയുടെ ആശയങ്ങളെയും നേഹയുടെ അനുഭവങ്ങളെയും കുറിച്ചിട്ടും അദ്ദേഹം മനസ്സിലാക്കുകയും ആ മുഖവരിയിൽ ചേർത്തിട്ടുമുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. എനിക്ക് നേഹയുടെ കവിതയിൽ ഇഷ്ടപ്പെട്ട ഒരു കവിത പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഒരുപാട് കവിതകൾ ഒന്നിൽ കൂടുതൽ തവണ വായന അർഹിക്കുന്നതാണ്. എന്നിരുന്നാൽ കൂടി മനസ്സിൽ ആദ്യം കയറിയ ഒരു കവിത എന്ന് പറയുന്നത് ഇറ്റ്സ് ബിക്കോസ് ഓഫ് യു എന്നുള്ളതാണ്. It's because of you I came so far. It's because of you I find myself busy. It's because of you hardships are nothing. It's because of you I learn to smile always. It's because of you I never give up. It's only because of you we became successful. ആ യു ആരാണെന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല, അതറിയാൻ നിങ്ങൾ പുസ്തകം വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും who will be that source of inspiration എന്നുള്ളത്. എന്തുകൊണ്ട് ഒരാൾ ഈ പുസ്തകം വായിക്കണമെന്ന് ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇറ്റ്സ് എ tale of resilience, acceptance, understanding and love എന്നതാണ് ഈ പുസ്തകം. നേഹയ്ക്കും എനിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. തുടർന്നും എഴുതുക. ഓൾവേസ് അക്നോളേജ് യുവർ കോൾ ടു ലൈഫ്. ജീവിതം ഇങ്ങനെ എല്ലായ്പ്പോഴും ചില പ്രതിസന്ധികളും പരിമിതികളും നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തരുമെന്ന് പറയാറുണ്ട്. എന്തിനാണെന്ന് ചോദിച്ചാൽ അത് മറികടക്കുവാനുള്ള ആർജവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ആ ആർജവത്തിന്റെ പേരാണ് ഇംഗ്ലീഷ്. താങ്ക് യു. നന്ദി. അതുപോലെ
പ്രിയമുള്ളവരെ, പിന്നെ ഞങ്ങളുടെ ക്യാമ്പസിൻ്റെ മേഖലത്തിൽ എല്ലാവർക്കും നമസ്കാരം. വളരെ അപൂർവതകൾ അനുഭവപ്പെടുന്ന ഒരു അത്യധ്വാനത്തിൻ്റെ ഫലം എന്ന രീതിയിലാണ് JRVSൻ്റെ ജീവനില്ലാത്ത കഥകളെ ഞാൻ വായിച്ചത്. ഈ പുസ്തകത്തെ സമീപിക്കുന്ന മനുഷ്യർ നിങ്ങൾക്ക് പരിചിതമായ വായനാനുഭവങ്ങളിൽ നിന്നുകൊണ്ടല്ല ഇതിനെ സമീപിക്കേണ്ടത്. ഇതിൻ്റെ പിന്നിലെ ചരിത്രാവസ്ഥയെയും ഇതിൻ്റെ പിന്നിലെ തികച്ചും കേരളീയമായ ജീവിത പശ്ചാത്തലത്തിലെ ഒരു വ്യക്തിയുടെ വളരെ പേഴ്സണൽ എന്ന് പറയാവുന്നതും എന്നാൽ ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച എല്ലാത്തരം സാമൂഹിക അവസ്ഥകളിൽ നിന്നുകൊണ്ടുള്ള ഒരു ജീവിത സമരത്തിൻ്റെ പ്രതീകം എന്ന നിലയ്ക്കുമാണ് സമീപിക്കേണ്ടതെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് JRVSനെ പ്രത്യേകിച്ച് മുൻപരിചയമൊന്നുമില്ല. നേഹയാണ് പരിചയം. നേഹയെ ഞാൻ ആദ്യം കാണുന്നത് എൻ്റെ ക്യാമ്പസിൽ, കോളേജ് ക്യാമ്പസിൽ, ക്യാമ്പസിൽ സംവാദങ്ങൾ ഇഷ്ടപ്പെടുന്ന, ചർച്ചകൾ ഇഷ്ടപ്പെടുന്ന, ഏറ്റവും പുതിയ വിഷയങ്ങളോട് നിരന്തരം കലപ്പിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്കിടയിലാണ് ഞാൻ നേഹയെ ആദ്യം കാണുന്നത്. ഏറ്റവും പുതിയ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അവരുടെ കുട്ടികളുടേതായ തമാശകളും പൊതുവിഷയങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടായ്മയ്ക്ക് മാതിരി പലപ്പോഴും നേഹ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്തൊന്നും എനിക്കങ്ങനെ നേഹയുടെ അടുത്ത് പോയി വർത്തമാനം പറയാനുള്ളൊരു സന്ദർഭമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ആ രീതിയിൽ കേരള സർവകലാശാല മലയാള വിഭാഗത്തിൻ്റെ ഫിലോസഫി ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. രണ്ട് സെൻട്രൽ ചുമതലയിലേക്ക് അത് എപ്പോഴും ഓട്ടമായിരുന്നു. എനിക്ക് പറഞ്ഞാൽ എപ്പോഴും ഓട്ടമാണ്, നിൽക്കാൻ നേരത്തില്ല. അങ്ങനെ ഓടുന്നൊരു കാലത്തായിരുന്നു. എങ്കിലും കുട്ടികളൊക്കെ പറയാം. അപ്പം ഞാൻ ഇങ്ങനെ ഓടുന്നതിനിടയിൽ ഞാൻ നേരത്തെ നോക്കിക്കൊണ്ട് ചിരിക്കും. അതിനുള്ള നേരമൊക്കെ ഉണ്ടാവില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 1-2 വാക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ കുട്ടികൾ പറഞ്ഞിരിക്കാൻ നേരം നല്ലൊരു വായനക്കാരിയാണ്, എഴുത്തുകാരിയാണ്, ചിന്തിക്കുന്ന, വളരെ കാലികമായ പ്രശ്നങ്ങളോട് വളരെ പൊളിറ്റിക്കലായി ഇതൊക്കെ സംസാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കുട്ടിയാണ്. പിന്നെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എനിക്ക് നേരെ ഫോൺ വിളിക്കേണ്ട സാഹചര്യത്തിലുണ്ടായി. അത് ഞാൻ ഇവിടെ പിന്നെ അങ്ങനെ കുറച്ച് വർത്തമാനമൊക്കെ നടന്നു. ഞാൻ നേഹയായിട്ടുള്ളൊരു ബന്ധമൊക്കെ നേഹയെ ഇങ്ങനെ ഈ നേഹയുടെ എഴുത്തിലൂടെ ഒന്നും അങ്ങനെ സഞ്ചരിക്കാനുള്ള സന്ദർഭം ഞാൻ കണ്ടെത്തിയില്ല എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയില്ല എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ കണ്ടെത്തിയില്ല എന്ന് പറയുന്നത്. അരുന്ധതി റോയ് പറയുന്നൊരു വാക്യമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പുകളൊന്നും ഇല്ലാതെ നമുക്ക് ജീവിച്ചു പോകാം. പക്ഷെ തെരഞ്ഞെടുപ്പുകളില്ല എന്നൊരു ഓപ്ഷൻ നമ്മൾ തെരഞ്ഞെടുക്കുന്നത്, ഒന്നുമേ ഇല്ല എന്ന് തെരഞ്ഞെടുക്കുന്നത് ഒരു അബദ്ധമാണ്. നേഹയെ സംബന്ധിച്ചിടത്തോളം, നേഹയുടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ത് മുന്നോട്ട് വന്നു ആ വഴിയിൽ നിന്നുകൊണ്ട് ഒരു വ്യക്തിക്ക് ആന്തരികമായ സർവശക്തിയും സർവചോദനയും മുന്നോട്ടെടുത്ത് അതിനോടൊക്കെ കളിപ്പിച്ചുകൊണ്ട് പോകാനുള്ള ഒരു വലിയ മനസ്ഥൈര്യം ഉണ്ടായി എന്നുള്ളതാണ് നേഹയിലും ജയയിലും കുടുംബാംഗങ്ങളിലും ഒക്കെ ഞാൻ കാണുന്ന സവിശേഷത. ഈ കഥകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇപ്പം നമുക്ക് ലോകം മുഴുവനുമുള്ള രാഷ്ട്ര സാഹചര്യങ്ങളിൽ ചരിത്രത്തെ രൂപപ്പെടുത്തുമ്പോൾ മനുഷ്യ അധ്വാനത്തെ, മനുഷ്യ ആയുസിൻ്റെ എല്ലാത്തരം പ്രക്രിയകളെയും എല്ലാ തരത്തിലുള്ള വ്യവഹാരങ്ങളെയും ഡിസ്കോഴ്സസിനെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് ചരിത്രരചന നടത്തുമ്പോൾ പോലും, ചരിത്ര അന്വേഷണങ്ങൾ നടത്തുമ്പോഴും, ചരിത്രത്തെ അടയാളപ്പെടുത്തുമ്പോഴും ഒക്കെ പലപ്പോഴും നമ്മൾ അവഗണിച്ചു പോകാറുള്ളത് കുടുംബം എന്ന ഒരു യൂണിറ്റിനുള്ളിൽ അമ്മ, സ്ത്രീ ജീവിച്ചു തീർക്കുന്ന വലിയ സഞ്ചാരമാണ്. അങ്ങനെയുള്ള കേരളത്തിൻ്റെതായ ജീവിത പരിസരങ്ങളിൽ നിന്ന് സംസ്കാര രൂപീകരണത്തിൻ്റെ ഒരു വലിയ പഠന മേഖലയായി തന്നെ മാറിയിരിക്കുകയാണ്. പണ്ട് നമ്മളൊക്കെ ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ഒരു മുതിർന്ന തലമുറയുണ്ട്, ഇവിടെ ഇരിക്കുന്ന മുതിർന്ന തലമുറ ഞങ്ങളെക്കാളും മുതിർന്ന തലമുറയുടെ ഉണ്ട്. അപ്പോൾ മഹത്തുക്കളുടെ ജീവിതം, മഹച്ചരിതമാല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പുസ്തക സീരീസുകളൊക്കെ വായിച്ചു വളർന്നവരാണ്. അപ്പോൾ മഹത്തുക്കൾക്ക് മാത്രമാണ് ജീവിത പരിസരം, ചരിത്രാവസ്ഥകൾ ഉള്ളത് എന്ന് കരുതിപ്പോന്ന ഒരു പഴഞ്ചൻ തലമുറയുടെ അവസാനം തന്നെയാണ് ഞങ്ങളൊക്കെ. പക്ഷേ പുതിയ കാലം അതിനെ തിരുത്തി എഴുതുകയാണ്. ജീവിതമെടുത്ത് ജീവിതത്തിൻ്റെ രേഖപ്പെടുത്തലുകൾ എവിടെയുണ്ടോ അതെല്ലാം ചരിത്രത്തെ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരുപാട് പറഞ്ഞു പോകുന്നില്ല. എനിക്ക് ഒത്തിരി കൗതുകമുണ്ടാക്കിയ ഹൃദയത്തിൻ്റെ, അതായത് നേഹയുടെ അമ്മ, നേഹ ഇത്രയും മിടുക്കിയായ ഹൃദയത്തിൻ്റെ തുടിപ്പ് എനിക്ക് ഈ കഥയിൽ കാണാൻ കഴിഞ്ഞു. 2 പേരുടെയും പുസ്തകങ്ങൾക്ക് ഒരുപാട് വായനകൾ ഉണ്ടാകട്ടെ, ചർച്ചകൾ ഉണ്ടാകട്ടെ. റിലീസ് ചെയ്യുന്നതും പല ആൾക്കാരുടെ പുസ്തകങ്ങൾ ഒരേപോലെ റിലീസ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇവിടെ വരാൻ ഏറ്റവും അധികം പ്രചോദനമായ ഒരു കാര്യം അമ്മയുടെയും മകളുടെയും പുസ്തകം ഒരുപോലെ റിലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പിന്നെ
ഈ വിൻസ്റ്റൺ ചർച്ചിലിനോട് ഒരു പത്രക്കാരൻ ചോദിച്ചു, പിന്നെ മദ്യം നിങ്ങളുടെ ജീവിതത്തിന്റെ മുക്കാൽ പങ്ക് നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതായിരുന്നു, മദ്യം എന്നിൽ നിന്ന് എടുത്തതിനേക്കാൾ കൂടുതൽ ഞാൻ മദ്യത്തിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അങ്ങനെ ജീവിതം തകർക്കാൻ, ജീവിതത്തിൽ നിന്ന് കളയാൻ ജീവിതം ശ്രമിച്ചതിൽ നിന്ന് തിരിച്ചു പിടിച്ച 2 വ്യക്തികളെയാണ് ഞാനിവിടെ കാണുന്നത്. അവരുടെ പ്രകാശപൂരിതമായ ഒരു സമയമാണ് ഞാനിവിടെ കാണുന്നത്. അതിലെനിക്ക് ഏറ്റവും അധികം സന്തോഷം തോന്നുന്നത്. ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് പറയുണ്ടായി, ഈ ഒരു അദ്ദേഹം ഒരു സംവിധായകനാണ്, അദ്ദേഹം പറയുന്നുണ്ടായി, ഇപ്പോഴത്തെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ കൈകളിലും കാലുകളിലുമായിരുന്നു മസിൽ എന്ന് ഇപ്പോഴത്തെ കുട്ടികളുടെ മുഖത്താണ് മസിൽ, അവർ ചിരിക്കില്ല. ഞാൻ പറഞ്ഞത് താങ്കളുടെ തെറ്റായ ധാരണയാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള തലമുറ ഇപ്പോഴത്തെ തലമുറ തന്നെയാണ്. അടിപൊളിയാണ് അവർ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ തലമുറ. കാരണം അവർ അപ്രോച്ച് ചെയ്യുന്ന രീതി, ഓരോ കാര്യങ്ങളെയും അപ്രോച്ച് ചെയ്യുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മക്കൾ ഉൾപ്പെടെ എന്നെ ഇത്രയും ഒരു ഇൻട്രോവേർട്ടാണ്, എന്നെ ഇത്രയും ഒരു ആക്കി എടുക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ 2 പെൺകുട്ടികളാണ്. അവരെ പോലെയാണ് എനിക്ക് നേഹയും തോന്നുന്നത്. ഇത്രയധികം പ്രചോദനപരമായിട്ട് നേഹ അങ്ങോട്ടും തിരിച്ചിങ്ങോട്ടും നിൽക്കുന്നത്. ചേച്ചി എനിക്ക് നേരിട്ട് കണ്ടുപരിചയമില്ല, ഞങ്ങളെ വീണ പഠിപ്പിച്ചു, ചേച്ചി നന്നായിട്ട് പഠിച്ച് ഞാൻ പഠിച്ചിട്ട് വളർത്തി, അത്രേ ഉള്ളൂ. അങ്ങനെ പരിചയപ്പെട്ട വ്യക്തികളാണ്. എനിക്ക് പുസ്തക പരിചയം നടത്തണമെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിൽ പോലും ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. നമ്മളൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉൾപ്പെട്ട സാഹചര്യങ്ങളും സന്ദർഭങ്ങളുമാണ് ഈ പുസ്തകത്തിലുള്ളത്. അപ്പോൾ നമ്മുടെ ശരികളിൽ കൂടി ജീവിച്ച് മറ്റുള്ളവർക്ക് ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നമ്മുടെ ശരികളിൽ ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ. അതൊരു ബെസ്റ്റ് ഉദാഹരണം നമ്മൾ അടുത്ത് കണ്ടിട്ടുണ്ട്. ചിന്താ വില്യംസിന്റെ ജീവിതം. അവരുടെ ജീവിതത്തിലെ ശരികളിലൂടെ ജീവിച്ച് മരണത്തിൽ പോലും അവർ പേടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായത്. മരണം ഒരുപക്ഷെ ഉണ്ടാകാതിരിക്കാം. എങ്കിൽപ്പോലും ആ ഒരു സമയത്ത് അവർ എങ്ങനെ ദ്രാവക രൂപത്തിൽ സ്പേസിൽ എങ്ങനെ ആഹാരം കഴിക്കാമെന്ന് അവരെത്ര കൂളായിട്ട് നിന്നാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഇങ്ങനെയുള്ള ശക്തിയും മനസ്സിലുണ്ടാകുന്ന രീതിയിൽ ജീവിതത്തെ കണ്ടെടുക്കാൻ 2 പേർക്കും പരസ്പരം കഴിയട്ടെ. കൂടുതൽ നല്ല പുസ്തകങ്ങളും കൂടുതൽ നല്ല കാര്യങ്ങളുമായിട്ട് നല്ല രീതിയിൽ ജീവിതത്തെ നേരിടാൻ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു, നിർത്തുന്നു. സമയമാണ്, ആ സമയമാണ് ഇവർക്ക് വേണ്ടി നിങ്ങളിവിടെ വന്നിട്ട് എല്ലാവരും പങ്കുവച്ചിട്ടുള്ളത്. അതിന് നിങ്ങളെ ബഹുമാനിക്കുന്നു. ആ സമയം നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ഇവർ നമുക്ക് തിരിച്ചു തരുന്നത് അവരുടെ അനുഭവങ്ങൾ, നിരീക്ഷണങ്ങൾ, കാഴ്ചപ്പാടുകൾ പങ്കുവെച്ച 2 പുസ്തകങ്ങളാണ്. ഇന്നിവിടെ പറഞ്ഞ പോലെ തൃശ്ശൂർ ആസ്ഥാനമായാണ് മുഖ്യമന്ത്രി പബ്ലിക്കേഷൻ പ്രവർത്തിക്കുന്നത്. ജാതീയതയെ പ്രമേയമാക്കിയ സരസ്വതി സമ്മാൻ ജേതാവായ ശരൺകുമാർ വിഭാഗയുടെ ദളിഗ്രാം എന്ന കഥാസമാഹാരം ആദ്യമായി മലയാളത്തിലെത്തിച്ചത് മുഖ്യമന്ത്രിയാണ്. അതോടൊപ്പം JCB പുരസ്കാര ജേതാവായ പെരുമാൾ മുരുകന്റെ ജീവിതത്തിന്റെ പാടുകൾ എന്ന പുസ്തകവും ഞങ്ങളുടെ അഭിമാന പുസ്തകങ്ങളാണ്. ഇത്തരം പുസ്തകങ്ങളായിട്ട് 215 പുസ്തകം ഞങ്ങൾ ഇതുവരെ പുറത്തിറക്കിയിട്ടുണ്ട്. ആ പുസ്തകങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഭിമാനത്തോടെ നേരത്തെ വില്യംസും ജയ വില്യംസിന്റെ ജീവനില്ലാത്ത നിങ്ങൾ ഇന്നുകൂടെ വായിക്കപ്പെടുകയാണ്. ആ 2 പുസ്തകങ്ങളെ കോപ്പികളെടുത്ത് സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവർക്ക് നിങ്ങൾ കുറച്ച് സമയം പോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ ഈ പുസ്തകങ്ങളുടെ ഓരോ കോപ്പികളും നിങ്ങളോടൊപ്പം നിങ്ങളുടെ വായന മുന്നിലിരിക്കട്ടെ എന്ന് ഞാൻ സ്ഥിരമായി ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ നിയമസഭാ പുസ്തകത്തിലാണ് നേരെ ആദ്യമായിട്ട് കാണുന്നത്. അവിടെ മുഖ്യമന്ത്രിക്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു. അതിൽ കടന്നു പോയപ്പോൾ ആദ്യം ഞാൻ നേരെ ശ്രദ്ധിച്ച നേരെ ചിരിയാണ്. ഒരുപാട് തിളക്കമുള്ളൊരു ചിരിയായിരുന്നു ആൾക്കൂട്ടത്തിലൂടെ കടന്നു പോയപ്പോൾ നേരെ എനിക്ക് സമ്മതിച്ചത്. അത്ര ഓട്ടേജ് നേരെ തിരിച്ച് എനിക്കൊരു ചിരി കൊടുക്കാൻ പറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ തിരിച്ചു വന്നു, പ്രകാശം പോലെ തിരിച്ചു കൊണ്ട് നേരെ തിരിച്ചു വന്നു കൂട്ടുകാരിയോടൊപ്പം. 1-2 വാക്കുകൾ സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് അങ്ങോട്ടും ചെറിയ സ്പാർക്ക് വരും. വായന, എഴുത്ത്, പുസ്തകം, കഥ ഞങ്ങൾക്ക് സംസാരിക്കാൻ കുറേ കാര്യങ്ങളുണ്ടെന്ന് അവിടെ വെച്ച് മനസ്സിലാവുമായിരുന്നു. എൻ്റെ കയ്യിൽ ഒരു ഇംഗ്ലീഷ് കവിതാ പുസ്തകം വില തന്നെ വാങ്ങിക്കൊണ്ടാണ് ഞാൻ പോയത്. കൂട്ടത്തിൽ ഒന്നുകൂടി ചെയ്തു, ചേച്ചിയുടെ നമ്പർ എനിക്കൊന്ന് തരുമെന്ന് ചോദിച്ചു. ഒരു 2-3 ദിവസത്തിനിടെ നേരെ വിളിച്ചു. ആ സംസാരം അതാണ് നിങ്ങൾ ഞാനും ഇവിടെ എന്നെ സന്തോഷത്തിലിരിക്കാൻ ഒരു കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പുസ്തകത്തിന്റെ ചർച്ചകൾ നടത്തുന്നതിൽ നേര വളരെ എല്ലാ ഞാൻ ഈ പറഞ്ഞു കേട്ടത് പോലെ വലിയൊരു എഴുത്തുകാരിയാണ്. ഇതിന് പോലെ കുറച്ച് എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. ഞങ്ങളെ കൂടെ കവിതയാണ് തുടങ്ങിയത്. അതിൽ നിന്നും നല്ല കഥയിലേക്ക് കയറി പോയതാണ്. ഇപ്പോഴും 2 എഴുതാൻ വന്നാറുണ്ട്. ഇത് വന്നത് ഇപ്പോൾ തന്നെ വന്നതുപോലെ ഈ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഈ പുസ്തകങ്ങൾ നേഹയുടെ സ്വപ്നമാണ്. ഞാനും ഇവിടെ നിൽക്കുന്നത് നേഹയുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭത്തിലാണ്. എൻ്റെ പുസ്തകത്തിന് യാതൊരു പ്രസക്തിയില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം അവഗാഹമായ വാടിക്കൽ നിന്ന് ഒരിക്കലും ഒരു പുസ്തകമില്ലാതെ കാണിക്കുന്നത്. ഞാൻ അതിൽ എഴുതുമായിരുന്നു ഒക്കെ ചെയ്തിട്ട് അത്രക്കാർക്ക് എന്തെങ്കിലും ഇവിടേക്ക് പങ്കുപോയതാണ്. ഇത് വളരെ നിമിഷം ഉണ്ട്, 1 നിമിഷം കൊണ്ട് അല്ലെങ്കിൽ 2-3 നിമിഷം കൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വായിച്ച് മറന്നു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റുന്ന തരത്തിൽ നിങ്ങളുടെ ഇടയിൽ നിന്ന് പെറുക്കിയെടുത്ത കുറച്ച് സന്ദർഭം മാത്രമാണ് ഇതിനകത്തുള്ളത്. വലിയ കഥകളോ അങ്ങനെയൊന്നും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിന്നിവിടെ ഇത്രയും സ്നേഹമുള്ള ആൾക്കാരുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരി എൻ്റെ മകളാണ്. എന്താ പറയുക, അവരുടെ ആഗ്രഹവും ഒരു സ്വപ്നവുമാണ് ഈ സദസ്സും ഈ പുസ്തകങ്ങൾ. അതിനപ്പുറത്തേക്ക് എനിക്ക് ഒരു റോളും തന്നെ ഇല്ല. അതിനെ കൈപ്പിടിച്ചെടുക്കാൻ സഹായിച്ചവരാണ് ഈ വേദിയിലും സദസ്സിലും എല്ലാം എന്നോടൊപ്പം നിൽക്കുന്നത്.
വന്നു ചേർന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും ഞങ്ങൾ ഇത്രയും ചേർത്തിരിക്കുന്ന ഞങ്ങളുടെ ഫ്രണ്ട്സിനും അധ്യാപകർക്കും ഈ പ്രകൃതിക്കും എല്ലാവരും ഞാൻ സർവീശ്വരനെല്ലാം നന്ദി പറയുകയാണ്. സർവോപരി ഇന്ന് വന്ന് ഞങ്ങളെ ഈ പ്രോഗ്രാം കവറേജ് എല്ലാ രീതിയിലേക്കും അവർക്ക് നന്ദി ഞാൻ അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഈ പ്രോഗ്രാമിൻ്റെ നന്ദിയും കൂടെ ഞാൻ ഈ സമയത്ത് പറയുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ മുഖ്യമാക്കിയിട്ട് എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ഭാരവാഹികൾക്കും അധ്യക്ഷനും എല്ലാവർക്കും